പിറ്റേ ദിവസമാണ് അറിയുന്നത് വസ്തു, അതായത് പെര, കട, ബാക്കിയുള്ള വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാം അദ്ദേഹത്തിൻ്റെ അധികാരത്തിലോട്ട് പോയെന്നുള്ളത്. ആ നിമിഷം തന്നെ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടുകയും, ഇതിപ്പോൾ നിലവിൽ അറിയുന്നത് അവിടെയുള്ള വീട്ടുവേലക്കാരത്തിക്കും ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മക്കൾക്ക് പോലും അറിയില്ല പപ്പായുടെ സ്വത്തുവകൾ എത്രത്തോളം ഉണ്ട്. ഈ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുകയില്ല. ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ ഞങ്ങളെക്കാളും അധികാരത്തിലാണ് അവർ സംസാരിച്ചിരുന്നത്. എൻ്റെ പാസ്പോർട്ട് എടുത്തപ്പോഴും റിന്യൂ ചെയ്തപ്പോൾ എല്ലാം ഞങ്ങളുടെ അഡ്രസ് പ്രൂഫ് എല്ലാം അവിടെയാണ്. നിലവിൽ ഞങ്ങൾക്ക് അഡ്രസ്സ് ഇല്ല. ഈ കുട്ടികളുടെ അഡ്രസ്സ് പോയി. ഒരു വല്ലാത്ത സ്വഭാവം അവരുടേത്. അവർ അച്ഛനെ നോക്കാൻ വേണ്ടിയല്ലേ അച്ഛനെ നോക്കാൻ വന്ന, പക്ഷേ ഇവര് അച്ഛനെ നോക്കില്ല. ഇവരിങ്ങനെ റോഡ് നീളെ നടക്കുക. നമസ്കാരം. വയോധികന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മരുമകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി. ചെങ്ങന്നൂർ സബ് കോടതിയുടെ ഉത്തരവിന്മേൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം സെമിത്തേരിയിൽ നിന്നും പുറത്തെടുത്താണ് പോലീസ് പരിശോധന നടത്തിയിരിക്കുന്നത്. ചെങ്ങന്നൂർ പുലിയൂർ സ്വദേശിയായ പടിഞ്ഞാറേ പറമ്പിൽ പുത്തൻ വീട്ടിൽ യേശുദാസ് എന്ന 74 വയസ്സുകാരനാണ് കഴിഞ്ഞ മാർച്ച് മാസം 20-ന് മരണപ്പെടുന്നത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ടാണ് മരുമകളായ ലീന ബിൻസ് പരാതിയുമായി സമീപിച്ചത്. ആ സമയത്ത് ഇവർ വിദേശത്തായിരുന്നു. വിദേശത്തുനിന്ന് വന്ന് സംസ്കാര ചടങ്ങിലടക്കം പങ്കെടുത്തപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തിലേക്ക് നയിക്കുന്ന ചില കാരണങ്ങൾ ഇവർക്ക് വ്യക്തമാകുകയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുലിയൂർ സെൻറ് മേരീസ് സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം പുറത്തെടുത്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലീന ബിൻസ് നമ്മളോട് പ്രതികരിക്കുകയാണ്. ദുരൂഹത ആരോപിക്കാനുള്ള കാരണം എന്താണ്? വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു സാധനവും കാണുന്നില്ല. വീട്ടു ഉപകരണങ്ങൾ, ATM കാർഡ്, പാസ്ബുക്കുകൾ, ഫോണ്, ഒരു സാധനമില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതെല്ലാം മിസ്സിങ് ആയി, പപ്പായെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പോയതാണ്. അങ്ങനെ ഒരിക്കലും പോകാൻ വഴിയില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അതെന്തുകൊണ്ട് അന്വേഷിച്ചില്ല. രാത്രിയിലായപ്പോൾ താക്കോൽക്കൂട്ടം ചോദിച്ചു കഥ അടയ്ക്കുന്നതിന് വേണ്ടി. അന്നേരം അതില്ല. അപ്പം മൊത്തത്തിലൊരു ദുരൂഹത അന്നേരം തോന്നി. എങ്കിലും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ ഇത്രത്തോളം ആക്കി എടുക്കുമായിരിക്കുമെന്ന്. പിറ്റേ ദിവസമാണ് അറിയുന്നത് വസ്തു, അതായത് പെര, കട, ബാക്കിയുള്ള വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാം അദ്ദേഹത്തിൻ്റെ അധികാരത്തിലോട്ട് പോയെന്നുള്ളത്. ആ നിമിഷം തന്നെ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടുകയും, അതേ തുടർന്നാണ് അയൽക്കാരുടെ മൊഴികളും അവരുടെ ഡൗട്ടുകളും ഒക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി മകളും എന്നോട് പറഞ്ഞു ഡൗട്ടുണ്ടല്ലോ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ദുരൂഹത തോന്നി. അങ്ങനെയാണ് കേസ് ഫയൽ ചെയ്യുന്നത്. ഏകദേശം എത്ര സ്വത്തുക്കൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും? അറിയില്ല. കാരണം വേറൊരു വീടും പുരയിടവും കുറച്ച് വസ്തുവകളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വിറ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റാണ്. അതുകൂടാതെ 2023 വരെ ഞാൻ നല്ലൊരു വിധമുള്ള തുകകളാണ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതെവിടെ പോയി? പിന്നെ പപ്പാടേതായ കാര്യങ്ങൾ ഇതിപ്പോൾ നിലവിൽ അറിയുന്നത് അവിടെയുള്ള വീട്ടുവേലക്കാരത്തിക്കും ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മക്കൾക്ക് പോലും അറിയില്ല പപ്പായുടെ സ്വത്തുവകൾ എത്രത്തോളം ഉണ്ടെന്ന്. മരണവിവരം അറിഞ്ഞിട്ടാണോ നിങ്ങൾ നാട്ടിലേക്ക് വരുന്നത്? അതെ, മരണവിവരം അറിഞ്ഞാണ് വരുന്നത്. അതെ, അവരെ വിളിച്ചു പറഞ്ഞതല്ല, അയൽവാസികളായിട്ടുള്ള നമ്മുടെ ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞാണ് ഇദ്ദേഹം പപ്പ മരിച്ചു പോയതായിട്ട് അറിഞ്ഞത്. അതിന് മുന്നേ പപ്പയായിട്ട് നിങ്ങൾ ഫോണിൽ കോൺടാക്ട് ചെയ്യുമായിരുന്നു? വീഡിയോ കോൾ? ഫോണിൽ കോൺടാക്ട് ചെയ്തു. ഞാൻ പപ്പായോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പപ്പായ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അപ്പോഴും പപ്പായ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇവരുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കണം. അപ്പം അയൽവാസികൾ എന്നോട് പറഞ്ഞു പപ്പ പലപ്പോഴും വിളിക്കുമ്പോഴും ഇവർ ഭീഷണിപ്പെടുത്തിയാണോ എന്താണ് പപ്പ എന്നോട് സംസാരിക്കരുതെന്ന് അറിയത്തില്ല. ഞാനും മോളും ഒന്നിച്ചാണ് പപ്പായോട് പറഞ്ഞത് പപ്പായ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, പപ്പ ഞങ്ങൾ നോക്കിക്കോളാം. എന്നിരുന്നാലും ഇദ്ദേഹം അനിയനാണല്ലോ, ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യുകയില്ലെന്നാണ് വിചാരിച്ചത്. ഒരു സാധാരണ സഹോദരൻ ബന്ധം അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് ഇത്രത്തോളം ആയത്. എന്തോ ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നൊക്കെ പറയുന്നത്. അതേപറ്റി നിങ്ങൾ പരാതി? അങ്ങനെയല്ല, ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടി. അത് എന്നത്തെ ദിവസമാണെന്നറിയില്ല. അത് ചിലപ്പം 1 മാസമോ 2 മാസമോ പഴക്കമുള്ളതായിരിക്കാം. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇദ്ദേഹം രാവിലെ വരുന്നു, കതകെ മുട്ടുന്നു. അപ്പം ജോലിക്കാരിയോട് ചോദിച്ചു പപ്പായ്ക്ക് എന്തെങ്കിലും കൊടുത്തോ, ഏതോ ഒരു വ്യക്തി കൊടുത്ത സാധനമാണ്, അത് കൊടുത്തു. അതെ, കൊടുത്തു. പപ്പ ബോധം കെട്ട് കിടക്കുന്നെന്നാണ് ആ വിഷ്വൽ ഉള്ളത്. നമുക്ക് കേൾക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെയും പുള്ളി കൺഫേം ചെയ്യുന്നുണ്ട് കേക്ക് കൊടുത്തായിരുന്നോ. അപ്പം ബോഡി ലാംഗ്വേജ്, ആ വോയിസ് മോഡുലേഷൻ, ഇതെല്ലാം ഒരു ക്രിമിനൽസിൻ്റെ ഒരു നമുക്കത് നോക്കുമ്പോൾ അറിയാം. ആ സംസാരത്തിൻ്റെ ടോൺ, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഡൗട്ട് തോന്നും. അതുകൂടെ കിട്ടിയപ്പോഴാണ് ഇതെന്തായാലും ഇത് ചെയ്യണം. കാരണം നാളെ കുട്ടികൾ ആ വിഷ്വൽ കണ്ട് എന്നോട് ചോദിക്കരുത് അമ്മ എന്തുകൊണ്ട് ചെയ്തില്ല. അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ തെറ്റ് നടത്തിയത്. മകൾ എത്തിയിട്ടുണ്ടോ? മകൾ എത്തിയിരുന്നു. അവള്
പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. അതുകൊണ്ടാണ് അവൾക്കും ഡൗട്ടുണ്ട്. കാരണം അവൾക്കും അറിയാം ഈ കുട്ടികളുടെ സ്വത്താണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അവളും ക്വസ്റ്റ്യൻ ചെയ്തത്. അവൾ വന്നതേ അവൾ പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുകയില്ല. ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ ഞങ്ങളെക്കാളും അധികാരത്തിലാണ് അവർ സംസാരിച്ചിരുന്നത്. അപ്പോൾ അവരുടെ വിഷ്വൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, കാരണം ഒരു വീട്ടിൽ ജോലിക്ക് വന്ന ഒരു സ്ത്രീയുടെ അധികാരമല്ല അവരവിടെ കാണിച്ചത്. അപ്പം നമ്മളാരാണ്? അതാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടത്. എന്താ പറയുന്നത്, ഒരു മരിച്ചാടെ നമ്മുടെ ബോഡി തിരിച്ചെടുത്തേ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് തിരിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാര്യമായിട്ട് നമുക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ നാളെ ഒരു കാലത്ത് എൻ്റെ കുട്ടികൾ ചോദിക്കുമ്പോൾ എനിക്കതിനൊരു ആൻസർ പറയണം. അല്ലെ ഞാൻ ഈ നാട്ടിൽ വരുമ്പോൾ എനിക്കിത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ സെമിത്തേരി ഒക്കെ കാണുമ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് ഇത്രയും കഷ്ടപ്പെട്ട് മുന്നിട്ടിറങ്ങിയത്. എനിക്ക് വേണ്ടി എല്ലാ മീഡിയാസും, ബഹുമാനപ്പെട്ട കോടതി, അതിലുപരി ഹാഡിയോ സാറ്, പ്രിയപ്പെട്ട MLA സജി ചെറിയൻ സാറ്, എല്ലാ പ്രിയപ്പെട്ട പോലീസുകാരും, DYSP സാറ്, CI സാറ്, SI സാറുമാർ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വാക്കുകളില്ല പറയാൻ. എന്തായാലും റിപ്പോർട്ട് വരട്ടെ, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഈ വീട്ടിൽ ഇപ്പം ആരുണ്ടോ? പപ്പ താമസിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ? ഈ വീട്ടിൽ ഇപ്പോൾ ആ സ്ത്രീയാണുള്ളത്. ഹോം നേഴ്സ് ആണുള്ളത്. അതെന്നോട് അയാൾ അന്നേരം പറഞ്ഞായിരുന്നു, ഹോം നേഴ്സിന്റെ അധികാരത്തിലായിരിക്കും ഇനി വീട്. സംസ്കാര ദിവസം നിങ്ങൾ ഇറക്കി വിട്ടിരുന്നു? അതെ, ഞങ്ങളെ ഇറക്കി വിട്ടിരുന്നു. സംസ്കാരം കഴിഞ്ഞ് ഞങ്ങളെ ഇറക്കി വിട്ടിരുന്നു. കാരണം നമ്മളെ അവർ കാണിച്ചു. കാരണം കീ തരുന്നില്ല. നമ്മളൊരു വേറൊരു വീട്ടിൽ ചെന്ന് നമുക്ക് താമസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഞങ്ങളോട് ഇറങ്ങി ആധാരത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ATM കാർഡ് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ എല്ലാം സാധനം, ATM ഇല്ല, ഒരു സാധനം ഇല്ല. പപ്പാടേതായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഞങ്ങൾക്കില്ല. മമ്മിയുടെ ഡോക്യുമെന്റ് ഇല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡോക്യുമെന്റ്സ് ഇല്ല. കുഞ്ഞുങ്ങളുടെ ഡോക്യുമെന്റ്സ് ഇല്ല. ഇതെല്ലാം നമ്മൾ വെച്ച് നമ്മുടെ വീടായിട്ടാണല്ലോ അവിടെ നിൽക്കുന്നത്. 2022 വരെ ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുത്തപ്പോഴും റിന്യൂ ചെയ്തപ്പോൾ എല്ലാം ഞങ്ങളുടെ അഡ്രസ് പ്രൂഫ് എല്ലാം അവിടെ ആണ്. നിലവിൽ ഞങ്ങൾക്ക് അഡ്രസ്സ് ഇല്ല. ഈ കുട്ടികളുടെ അഡ്രസ്സ് പോയി. വീട്ടിൽ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവരുടെ അധികാര പരിമിതിയിലാകുമ്പോൾ നമുക്ക് കയറാൻ അവകാശമില്ലല്ലോ. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല, അഡ്രസ്സ് എവിടെ? കുട്ടികൾ നാളെ ഏത് അഡ്രസ്സിൽ അറിയപ്പെടും? അതാണ്. യേശുദാസിന്റെ അയൽവാസി ഇപ്പോൾ നമുക്ക് ചേരുകയാണ്. ഈ അദ്ദേഹത്തിനെ അറിയാമല്ലോ അല്ലേ? പിന്നെ ഞങ്ങൾ തൊട്ടായാലും വെക്കില്ല, അറിയാം. ഇദ്ദേഹം എങ്ങനെ പുറത്തു പോയി ഇറങ്ങി നടക്കുന്നത്? കിടപ്പിലായിരുന്നോ? അത് അത്ര സീരിയസ് ആയിട്ട് കിടപ്പല്ല, വീൽ ചെയറിൽ നടക്കുന്നത്. നടക്കുമ്പോൾ വിറയ്ക്കുന്ന ഒരു അസുഖമുണ്ട്. ഞങ്ങളെയൊക്കെ കാണുമ്പോൾ വലിയ സ്നേഹമോ വലിയ കാര്യമോ. അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ആയിട്ട് എങ്ങനെയാണ്? ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ബന്ധുക്കള് അങ്ങനെ അധികം ആരും വരത്തില്ല ഇവിടോട്ട്. ഇപ്പൊ ആ ഹോം നേഴ്സാ കൂടുതലും, പിന്നെ അനിയൻ, അതേ ഉള്ളൂ. അല്ല വേറെ പുറത്ത് അങ്ങനെ ആരും ഇല്ല. അല്ലാതെ വേറെ അതും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഭയമുണ്ടെന്നോ? ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളല്ലേ? അപ്പച്ചനെ ഈ അനിയനുമായിട്ട് നല്ല സ്വരച്ചേർച്ചില്ല. പണ്ടൊക്കെ പറയും, ഇവനെ കയറ്റത്തില്ല, ഇവനെ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. ഹോം നേഴ്സ് വന്നിട്ട് അവരൊരു 10 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു. വന്നിട്ട് ഇവര് ഈ അനിയൻ പറഞ്ഞു വിട്ടതാ. പിന്നെ അത് കഴിഞ്ഞ് ഇവര് വന്നതാ. വന്നിവര് അവരുടെ ഒരു പെരുമാറ്റമൊന്നും നമുക്ക് അറിയില്ല. ഒരു വല്ലാത്ത സ്വഭാവം അവരുടേത്. അവര് അച്ഛനെ നോക്കാൻ വേണ്ടിയല്ലേ അച്ഛനെ നോക്കാൻ വന്ന. പക്ഷേ ഇവര് അച്ഛനെ നോക്കില്ല. ഇവരിങ്ങനെ റോഡ് നീളെ നടക്കുക. അപ്പച്ചനെ ഒന്നും ശരിക്കും നോക്കത്തൊന്നുമില്ല. അയക്ക് നല്ല ആഹാരം ഒന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ലെന്നൊക്കെയാ പറയുന്നത്. അച്ഛന്റെ മരണശേഷം പിന്നെ ഇവിടെ തന്നെയാണോ? ഈ വീട്ടിൽ തന്നെ. ഇതുവരെ അവര് പോയിട്ടില്ല. ഈ പോകാത്ത എന്താ ചോദിക്കുന്നു, പലരും ചോദിക്കുന്നു. അന്നേരം പറഞ്ഞ് അവർക്ക് പൈസ കൊടുക്കാനുണ്ടെന്നൊക്കെ പറയുന്നു. ബന്ധുക്കളൊക്കെ വരാറുണ്ടോ ഇവിടെ? ബന്ധുക്കള് മോളും മരുമോളും ഒക്കെ അല്ലായിരുന്നു. അവര് മരണം കഴിഞ്ഞ് അന്നേരെ അങ്ങ് വേറെ ഇറക്കി വിട്ടു ആ കൊച്ചുമക്കളെ. പിന്നെ അങ്ങനെ ആരും വരുന്നില്ല. ബഹളങ്ങളൊക്കെ നടന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഈ മരണത്തിന് മുന്നേ? അല്ല, ഈ മരിച്ചു കഴിഞ്ഞ് വലിയ വഴക്ക് കിട്ടും. മരിച്ചു കഴിഞ്ഞ് ഈ മരുമോളും മോളും ഒക്കെ വന്നപ്പം എന്നിട്ട് മരിച്ചു കഴിഞ്ഞ് അടക്കം കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞ് ഇറങ്ങി പോകാൻ പറഞ്ഞു, ഈ പിള്ളേരോടൊക്കെ. ഏതായാലും ഈ സംഭവത്തിൽ ഒരു ദുരൂഹത ഉണ്ടെന്ന് നാട്ടുകാരടക്കം ആരോപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരുമകൾ ഇങ്ങനെ ഒരു പരാതിയുമായി സമീപിച്ചത്. ഇപ്പോഴും ഈ വീട്ടിൽ ഹോം നേഴ്സ് താമസിക്കുന്നു എന്നാണ് പറയുന്നത്. മകളെയും മരുമകളെയും കൊച്ചുമക്കളെയും ഒന്നും ഈ വീട്ടിലേക്ക് കയറ്റുന്നില്ല.
അവർക്ക് അഡ്രസ്സ് ഇല്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ മരുമകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ നീതി തേടിയാണ് മരുമകൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെമിത്തേരിയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടി നടത്തിയിരിക്കുന്നത്. ഇനിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ. ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, കൊലപാതകമാണോ എന്നതിലേക്ക് സംശയിക്കാവുന്ന അല്ലെങ്കിൽ ബലപ്പെടുത്താവുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ. ക്യാമറമാൻ ജിതിനൊപ്പം സിയാർ ഷാം, മറുനാടൻ മലയാളി, ചെങ്ങന്നൂർ.